ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് സ്കോപ്പ് മെഷേഴ്സിലാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി, അതായത് കോമ്പിനേഷണൽ സർക്യൂട്ടിൽ സീറോ കൺട്രോളബിലിറ്റിയുടെ നൊട്ടേഷനാണ് കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് സീറോ ഫോർ ഈച്ച് നോഡ് എൻ. ഇവിടെ ഫോർ ഈച്ച് നോഡ് എൻ ആണ് ക്യാപിറ്റൽ എൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് സീറോ ഫോർ ഈച്ച് നോഡ് എൻ. അതുപോലെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 1 ഫോർ ഈച്ച് നോഡ് എൻ, അതാണ് CC1n. ഇനി അത് കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി ഓഫ് ഈച്ച് നോഡ് എൻ ആണ് C ഓഫ് n. അതുപോലെ തന്നെ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ സീക്വൻഷ്യൽ കൺട്രോളബിലിറ്റി ഓഫ് 0 ഫോർ ഈച്ച് നോഡ് എൻ, സീക്വൻഷ്യൽ കൺട്രോളബിലിറ്റി ഓഫ് 1 ഫോർ ഈച്ച് നോഡ് എൻ, സീക്വൻഷ്യൽ ഒബ്സർവബിലിറ്റി ഫോർ ഈച്ച് നോഡ് എൻ. ഓക്കെ, അപ്പോൾ CC0, CC1, CO എന്നൊക്കെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ കോമ്പിനേഷണൽ, ഇപ്പം ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഒബ്സർവബിലിറ്റി, കൺട്രോളബിലിറ്റി. ഇനി എങ്ങനെയാണ് ഇത് സ്കോപ്പ് മെഷേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ CC0യും CC1 ഓഫ് n ഉണ്ട്. മിനിമം നമ്പർ ഓഫ് കോമ്പിനേഷണൽ primary input assignments and logic levels required to control a 0 or 1 on a node n. Smaller number easier to control. അതായത് CC എന്നുള്ള വാല്യൂ ഇവിടെ പോയിന്റ് എഴുതിയിട്ടുണ്ട്. സ്മോളർ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഈസ് ബെറ്റർ. ഓക്കെ, കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി സ്മോളർ ആയിട്ടുണ്ടെങ്കിൽ ബെറ്റർ കൺട്രോൾ ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് കോമ്പിനേഷൻ? ഇതാണ് ആ ഫോർമുല വരുന്നത്. ഹൗ ടു കൺട്രോൾ CC. ഓക്കെ, ഹൗ ടു കാൽക്കുലേറ്റ് CC, കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി. അതായത് അത് ചെയ്യേണ്ടത് CC ഓഫ് പ്രൈമറി ഇൻപുട്ട് ഈക്വൽ ടു 1 എടുക്കണം. നമ്മൾ ഡീഫോൾട്ടായിട്ട് പ്രൈമറി ഇൻപുട്ടിൻ്റെ കൺട്രോളബിലിറ്റി 1 എടുക്കുകയാണ്. ദെൻ ഫ്രം പ്രൈമറി ഇൻപുട്ട് ടു പ്രൈമറി ഔട്ട്പുട്ട് ആഡ് 1 ടു അക്കൗണ്ട് ഫോർ ലോജിക് ലെവൽ. അപ്പോൾ പിന്നെ ലാസ്റ്റ് എല്ലാത്തിനും പ്രൈമറി ഇൻപുട്ട് ടു ഔട്ട്പുട്ട് നോക്കുമ്പോൾ +1 ആഡ് ചെയ്യണം. ഓക്കെ, ഇനി ഒരു ആ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രൊപ്പഗേഷൻ റൂൾ ഉണ്ട്. അതാണ് പറയുന്നത്, if only one input controls gate output, then CC, computational controllability of gate output, equal to minimum of CC gate input plus 1. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് മതി. ഒരു ഇൻപുട്ട് വെച്ചിട്ടാണ് ഒരു ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കണം? മിനിമം ഓഫ് CC ഓഫ് ഗേറ്റ് ഇൻപുട്ട് പ്ലസ് 1. ഓക്കെ, അതിൻ്റെ ഫോർമുല നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നോക്കുക, ഇഫ് ഓൾ ഇൻപുട്ട് നീഡഡ് ടു സെറ്റ് എ ഗേറ്റ് ഔട്ട്പുട്ട്, അതിൻ്റെ ഇക്വേഷൻ CC ഓഫ് ഗേറ്റ് ഔട്ട്പുട്ട് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് CC ഓഫ് ഗേറ്റ് ഇൻപുട്ട് പ്ലസ് 1. ഇനി പറയാണ് CC ഓഫ് ബ്രാഞ്ചസ്, കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് ബ്രാഞ്ചസ് ഈക്വൽ ടു CC ഓഫ് സ്റ്റെം. നമുക്കറിഞ്ഞു സ്റ്റെം എന്ന് വെച്ചാൽ ഇതും, ബ്രാഞ്ചസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫാൻ ഔട്ട് ബ്രാഞ്ചസ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഈ ഫോർമുല, ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതിൻ്റെ ഫോർമുല ഇതാണ്. ഇതിൻ്റെ കുറച്ച് ഫോർമുലാസ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഈ ആൻഡിൻ്റെയും ഓറിൻ്റെയും നോട്ടും നോക്കിയാൽ മതി, പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, എക്സോറിൻ്റെ വേണമെന്നില്ല, കുറച്ച് വലിയ ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ ആൻഡിൻ്റെയാണ് ഈ ഫസ്റ്റ് ഫോർമുലയാണ്. ഈ സെക്കൻഡ് ഫോർമുല എഴുതിയിരിക്കുന്നത് നാൻഡിൻ്റെയാണ്. അതുപോലെ നോറിൻ്റെയാണ് ഇവിടെ അടിയിൽ എഴുതിയിരിക്കുന്നത്. ആൻഡും നാൻഡും ആണ് ഇവിടെ 2 ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഓറും നോറിൻ്റെയാണ് ഈ 2 ഇക്വേഷൻ എഴുതിയിരിക്കുന്നത് ഈ ടേബിളിൽ. ഓക്കെ, അപ്പോൾ ആൻഡിൻ്റെ നോക്കാം. ഈ ഫസ്റ്റ് ലൈൻ മാത്രമാണ് ആൻഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ആൻഡിൻ്റെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 0, ഓക്കെ, ഓഫ് y എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 0ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത്, ഒരു ഇൻപുട്ട് ഇവിടെ 0 ആണെങ്കിൽ, ഓക്കെ, ഇവിടെ 0 ആണെങ്കിൽ ആ 0 ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഒരു ഇൻപുട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്, ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഇൻപുട്ട് മാത്രമാണ് ഗേറ്റിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ എന്താ പറഞ്ഞത്? മിനിമം ഓഫ് CC ഗേറ്റ് പ്ലസ് 1.
ഗേറ്റ് ഇൻപുട്ട് പ്ലസ് 1. അപ്പോൾ മിനിമം ഓഫ് CC0 ഓഫ് x1 കോമ CC0 ഓഫ് x2 പ്ലസ് 1 ആണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി ഒരു ആൻഡ് ഗേറ്റിൽ 1 ആണ് ഇൻപുട്ട് എങ്കിൽ നമ്മൾ എന്താണ്, അടുത്ത ഇൻപുട്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ അതായത് ഒരു ഗേറ്റിലെ എല്ലാ ഇൻപുട്ടും ഓൾ ഇൻപുട്ട് നീഡഡ് ടു സെറ്റ് എ ഗേറ്റ് ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, സമ്മേഷൻ ഓഫ് CC ഗേറ്റ് ഇൻപുട്ട് പ്ലസ് 1, അതായത് CC1 ഓഫ് x1 പ്ലസ് CC1 ഓഫ് x2 പ്ലസ് 1. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓർ ഗേറ്റിൽ എങ്ങനെയായിരിക്കും, ഓർ ഗേറ്റിൽ 0 ആണെങ്കിൽ CC0 ഓഫ് x1 പ്ലസ് CC0 ഓഫ് x2 അടുത്ത ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ രണ്ടും വന്നു, സമ്മേഷൻ ഓഫ് വന്നു. ഇനി 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 1 തന്നെയായിരിക്കും. അപ്പോൾ മിനിമം ഓഫ് CC1 ഓഫ് x1 കോമ CC1 ഓഫ് x2 പ്ലസ് 1. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ നാൻഡിലും നോറിലും. ഈ നോട്ടിൽ CC1 ഓഫ് x ഇവിടെ 0 ആണെങ്കിൽ ഇവിടെ 1 ആയിരിക്കും. അപ്പോൾ CC1 ഓഫ് x പ്ലസ് 1, മറ്റേത് CC0 ഓഫ് x പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ ഫാൻ ഔട്ട് ബ്രാഞ്ചസിൽ സെയിം ആണെന്ന് പറഞ്ഞ കാരണം സെയിം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് സ്കോപ്പ് കൺട്രോളബിലിറ്റി ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി എല്ലാ പ്രൈമറി ഇൻപുട്ടിലും 1 അസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1, അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് CC0, CC1 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോന്നിൻ്റെയും. CC0 ഓഫ് A, CC1 ഓഫ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ CC0 ഓഫ് F ഈ ഒരു ആൻഡ് ഗേറ്റിൻ്റെ എടുക്കുകയാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഔട്ട്പുട്ടിൻ്റെ CC0 ഓഫ് F ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇവിടെ ആൻഡ് ഗേറ്റ് ആയതുകൊണ്ട് 1 ഇൻപുട്ടാണ്. 1 ഇൻപുട്ട് CC0 ആണ്. 0 എന്ന് പറയുമ്പോൾ ആൻഡ് ഗേറ്റിലെ കൺട്രോളിങ് ഇൻപുട്ടാണ്. അപ്പം മിനിമം ഓഫ് CC0 ഓഫ് A കോമ CC0 ഓഫ് B പ്ലസ് 1, അതായത് മിനിമം ഓഫ് 1 കോമ 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് 1 2. ഓക്കെ, അപ്പോൾ CC0 ഓഫ് F എന്ന് പറയുന്നത് 2. ഓക്കെ, ഇനി CC1 ഓഫ് F. അപ്പോൾ ഈ എഫിൻ്റെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 0യും കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 1ഉം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എഫിൻ്റെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 0 നമ്മൾ കണ്ടുപിടിച്ചു. കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ഓഫ് 1 എന്തായിരിക്കും, സമ്മേഷൻ ഓഫ് ആണ്. കാരണം 1 എന്ന് പറഞ്ഞാൽ അത് 2 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൻഡ് ഗേറ്റിൽ. ഒരു ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ 2 ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്താണ് ഔട്ട്പുട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മേഷൻ ഓഫ് CC1 ഓഫ് A പ്ലസ് CC1 ഓഫ് B പ്ലസ് 1, അതായത് 1 പ്ലസ് 1 പ്ലസ് 1 3 കിട്ടി. ഓക്കെ, അങ്ങനെ ഓരോ ഗേറ്റിൻ്റെ CC0 ഓഫ് G കണ്ടുപിടിച്ചു, CC1 ഓഫ് G കണ്ടുപിടിച്ചു. അങ്ങനെ ഇൻപുട്ട് ടു ഔട്ട്പുട്ട് നമ്മൾ ഓരോന്നും EF G Y വരെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതന്നെയാണോ കിട്ടുന്നത്, കിട്ടുന്നതെന്ന് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ. ഓക്കെ, ഇതാണ് മെത്തേഡ്. ഓക്കെ, ഞാൻ അതിൻ്റെ വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അതിൻ്റെയും സ്കോപ്പ് കൺട്രോളബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹൗ ടു കാൽക്കുലേറ്റ്, ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഹൗ ടു കാൽക്കുലേറ്റ് കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി ഓഫ് ഈച്ച് നോഡ് n. അപ്പോൾ അവിടെ കോമ്പിനേഷൻ ഒബ്സർവബിലിറ്റി ഓഫ് പ്രൈമറി ഔട്ട്പുട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒബ്സർവബിലിറ്റി കൺട്രോളബിലിറ്റി നമ്മൾ ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒബ്സർവബിലിറ്റി ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്കാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ കൺട്രോളബിൾ ഒബ്സർവബിലിറ്റി ഓഫ് പ്രൈമറി ഔട്ട്പുട്ട് ഈക്വൽ ടു 0 കൊടുക്കണം. ഓക്കെ, ദെൻ ഫ്രം PO പ്രൈമറി ഔട്ട്പുട്ട് ടു പ്രൈമറി ഇൻപുട്ട് ആഡ് 1 ടു അക്കൗണ്ട് ഫോർ ലോജിക് ലെവൽ. നേരത്തെ പോലെ തന്നെ, പക്ഷെ തിരിച്ചാണ് എടുക്കുന്നത്, ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ CO ഓഫ് ഗേറ്റ് ഇൻപുട്ട് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ CO ഗേറ്റ് ഔട്ട്പുട്ട് പ്ലസ്
CC setting all other input to controlling value. ഓക്കെ, നോക്കാം, അത് പറഞ്ഞുതരാം. +1 ഫോർ ലോജിക് ലെവൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ പ്രൈമറി ഔട്ട്പുട്ട് ദാറ്റ് ഈസ് പ്രൈമറി ഔട്ട്പുട്ട് എന്തെടുക്കണം? 0 എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൺട്രോളബിലിറ്റി കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി, കൺട്രോളബിലിറ്റി അല്ല, കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി ഓഫ് x1ൻ്റെ കോമ്പിനേഷണൽ ഒബ്സർവബിലിറ്റി എന്താണ്? ഇക്വേഷൻ ഇതാണ്. എന്താ എഴുതാം? CO ഓഫ് y പ്ലസ് എന്താണ്? സെറ്റിംഗ് ഓൾ അതർ ഇൻപുട്ട് ടു നോൺ കൺട്രോളിങ് വാല്യൂ. അപ്പോൾ ഓൾ അതർ ഇൻപുട്ട് ഇതിൻ്റെയാണ് നമുക്ക് ഒബ്സർവബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൾ അതർ ഇൻപുട്ട് ടു നോൺ കൺട്രോളിങ് വാല്യൂ. അപ്പോൾ ഏതാണ് നോൺ കൺട്രോളിങ്? 0 എന്നുള്ളത് ഇതിൻ്റെ കൺട്രോളിങ് വാല്യൂ ആണ്. അപ്പോൾ നോൺ കൺട്രോളിങ് എന്താണ്? CC1 ഓഫ് x2. അതർ ഇൻപുട്ടിൻ്റെ നോൺ കൺട്രോളിങ് വാല്യൂ ഇടണം. അതാണ് സെക്കൻഡ് പോയിന്റ്. സെറ്റിംഗ് ഓൾ അതർ ഇൻപുട്ട് ടു നോൺ കൺട്രോളിങ് വാല്യൂ. അപ്പോൾ ആൻഡ് ഗേറ്റിൽ കൺട്രോളിങ് ഇൻപുട്ട് ഏതാണ്? 0 ആണ് കൺട്രോളിങ് ഇൻപുട്ട് അല്ലേ? അപ്പം ഓൾ അതർ ഇൻപുട്ട് എന്ന് വെച്ചാൽ ഇവിടെ x2 ആണ് ഓൾ അതർ ഇൻപുട്ട്. അതർ ഇൻപുട്ടിനെ എന്ത് ഇടണം? നോൺ കൺട്രോളിങ് വാല്യൂ CC1 ഓഫ് x2 +1 ലോജിക് ലെവൽ. ഓക്കെ, അപ്പോൾ ഓർ ഗേറ്റിൻ്റെ എങ്ങനെ വരും? C ഓഫ് y പ്ലസ് ഇതിൻ്റെ നോൺ കൺട്രോളിങ് വാല്യൂ CC0 ഓഫ് x2 +1. ഓക്കെ, ഇത് രണ്ടും പഠിക്കുക. നോട്ട് ഗേറ്റിൻ്റെ പഠിക്കുക. C ഓഫ് y +1 ആണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ ഒബ്സർവബിലിറ്റി എന്ന് പറഞ്ഞാൽ മിനിമം. മിനിമം ഓഫ് C ഓഫ് y1 ഓർ C ഓഫ് y2 എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോമ്പിനേഷൻ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ ഒബ്സർവബിലിറ്റി മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ടാവണം. കൺട്രോളബിലിറ്റി CC എല്ലാത്തിൻ്റെയും ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ആദ്യം നമ്മൾ ഒബ്സർവബിലിറ്റി കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റി ആദ്യം നമ്മളിങ്ങനെ മെഷർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ CC0 ആണ്, രണ്ടാമത്തെ CC1 ആണ് ഓഫ് ഈച്ച് നോഡ്. ഓക്കെ, അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇനീഷ്യൽ C ഓഫ് y, അതായത് ഇവിടെ നിന്നാണ് ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ C ഓഫ് y = 0 ഇട്ടു. ഇനി C ഓഫ് f ഇതിൻ്റെ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഓരോ പ്രൈമറി ഔട്ട്പുട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ C ഓഫ് f = C ഓഫ് y പ്ലസ് ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ CC f അല്ലേ, ആൻഡ് ഗേറ്റ് വരുമ്പോൾ CC1 ഓഫ് B2 ആണല്ലോ എൻ്റെ. CC1 ഓഫ് B2 അല്ല B2. ഇതാണ്. ഓക്കെ, y. സോറി നോക്കാം. C ഓഫ് f ആണ്. C ഓഫ് f = അപ്പോൾ ഇതാണ് നോക്കുന്നത്. ഈ ഗേറ്റ് മാത്രം എടുത്തേക്കാണ്. നമ്മൾ നോക്കേണ്ടത് ഒരു ഓർ ഗേറ്റും 3 ഇൻപുട്ടുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഇൻപുട്ടിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ C ഓഫ് f = C ഓഫ് y ഔട്ട്പുട്ട് പ്ലസ്, അപ്പോൾ ഓർ ഗേറ്റിലെ നോൺ കൺട്രോളിങ്, അപ്പോൾ ബാക്കി രണ്ടെണ്ണം ആണ് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻപുട്ടായിട്ട് CC കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റിയുടെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ഓർ ഗേറ്റ് ആയതുകൊണ്ട് നോൺ കൺട്രോളിങ് വാല്യൂ CC0 ആണ്. അപ്പോൾ CC0 ഓഫ് B2 പ്ലസ് CC0 ഓഫ് G +1. ഓക്കെ, അപ്പോൾ ഇതാദ്യം കണ്ടുപിടിക്കാം. CC0 ഓഫ് B2 എന്ന് പറഞ്ഞാൽ 0 ഓഫ് B2 ഇത്, CC0 ഓഫ് G എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ 0 + 1 + 2 + 1 = 4 കിട്ടി. അതുപോലെ ജിയുടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ C ഓഫ് G = C ഓഫ് y പ്ലസ് വീണ്ടും C0 ഓഫ് f പ്ലസ് CC0 ഓഫ്
B2 പ്ലസ് 1 ഈക്വൽ ടു ഇങ്ങനെ കണ്ടുപിടിച്ചു. ഇനി സി ഓഫ് B2 അതുപോലെ ഇങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ കൺട്രോളബിലിറ്റി, കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റിയും കൂടി വെച്ചിട്ട് എല്ലാ ഇൻപുട്ടിൻ്റെ വരെയും ഇങ്ങനെ കണ്ടുപിടിച്ചു. എളുപ്പമാണ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. ആ ഇക്വേഷൻ മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി എന്താണ്, പിന്നെ ആ ജനറൽ ഇക്വേഷൻ. ഇങ്ങനെയാണ് കോമ്പിനേഷണൽ കൺട്രോളബിലിറ്റിയും കോമ്പിനേഷൻ ഒബ്സർവബിലിറ്റിയും നമ്മൾ മെഷർ ചെയ്യുക. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആയിരിക്കും, ചെയ്ത പ്രോബ്ലം തന്നെയായിരിക്കും തരാം. അപ്പോൾ എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു.